ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്കത് കുറച്ച് കാടൊക്കെ കണ്ടിട്ട് വന്നാലോ? നമുക്ക് നിലയ്ക്കൽ ടു പമ്പ റൂട്ട് കാനനപാത ഒന്ന് കണ്ടിട്ട് വരാം. നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊരു ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ പേരാണ് KL59 ലുട്ടാപ്പി ബ്ലോഗ്സ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് കാനനപാതയൊന്ന് കണ്ടിട്ട് വരാം. ലൈക്ക് അടിക്കാൻ മറക്കറേ. അപ്പോൾ നമുക്കിന്ന് പമ്പ വരെ പോയാലോ? നിലയ്ക്കൽ ടു പമ്പ റൂട്ടാട്ടോ ഇത്. നിലയ്ക്കൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. നിലയ്ക്കലിൽ നിന്ന് ഇങ്ങനെ കാടുകളിൽ കൂടി ഇങ്ങനെ യാത്രയാണ്. അപ്പോൾ ഈ അതിമനോഹരമായ കാടുകളും വന്യജീവി സങ്കേതങ്ങളും മരങ്ങളും ഒക്കെ നിങ്ങൾക്കൊരു കണ്ണിനൊരു കുളിർമ വരട്ടെ എന്ന് വെച്ചിട്ട് എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ടു കഴിയുമ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് അടിക്കാനൊന്നും മറക്കണ്ട കേട്ടോ. പിന്നെ നമ്മളെ യൂട്യൂബ് ചാനലിലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. KL59 ലുട്ടാപ്പി ബ്ലോഗ്സ് എന്ന പേര് കേട്ടോ. നിങ്ങൾ അടിച്ചു നോക്കിയിട്ട് അതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാലും നിങ്ങൾക്കിങ്ങനെ ഇതുപോലുള്ള കുറേ കാടും മലയും താണ്ടിപ്പോകുന്നതൊക്കെ കാണാം. ഒരു ടൈം പാസ് അല്ലേ ഇതൊക്കെയല്ലേ നമ്മുടെ ഒരു എന്താ പറയണ്ടേ. അപ്പോൾ നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക വനത്തിൻ്റെ അകത്തെ കൂടെ. ഇതൊക്കെ ആനയും പുലിയും കരടിയൊക്കെ വസിക്കുന്ന വലിയ പമ്പാവാലി കാടുകളാണ് കേട്ടോ. പത്തനംതിട്ട ജില്ലയാണെന്ന് തോന്നുന്നു, കൃത്യമായിട്ടൊന്നും അറിയില്ല. നല്ല മനോഹരമായ വളവുകളും തിരിവുകളും പിന്നെ നല്ല അടിപൊളി റോഡാട്ടോ. ഇപ്പോൾ പമ്പയിലേക്ക് പോകുന്ന റോഡ് അങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ റോഡെല്ലാം വളരെ കുറവാണ്. മഴയെല്ലാം കുറവായതുകൊണ്ട് നല്ല തണുപ്പുമാണ്, നല്ല സുഖമാണ് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിനൊരാഴ്ച മുമ്പേ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നു എന്നൊക്കെ അവിടെ നിന്ന് അവർ പറഞ്ഞത്, കടയിലുള്ളവരൊക്കെ. അങ്ങനെ നമ്മൾ പമ്പയെ ലക്ഷ്യമാക്കിയിട്ട് പോവുകയാണ്. നിലയ്ക്കലെന്ന് എനിക്ക് തോന്നുന്ന ഒരു 30 കിലോമീറ്റർ താഴെങ്ങാറ്റും ഉണ്ടെന്നോ ദൂരം. കൃത്യമായിട്ട് ഓർമ്മയില്ല എന്ന് വെച്ചാൽ നോക്കിയിട്ടില്ല എന്നാണ് സത്യം. പിന്നെ ഈ കാടിൻ്റെ ഭംഗി നമുക്ക് എപ്പോഴും ഒരു ഹരമായതുകൊണ്ട് ഇങ്ങനെ ഈ കാട്ടിലേക്കൂടെ പോകുമ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കാനും നല്ല രസമാണ്. പിന്നെ ഇവിടെ നിർത്താനൊന്നും പറ്റില്ല ധൈര്യത്തിൽ. വണ്ടി ആരും നിർത്തിയേക്കരുത്. വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമായിട്ടുള്ള ഒരു പാതയാണ്. ആനയൊക്കെ ഇടയ്ക്കിടയ്ക്ക് റോഡ് ക്രോസ് ചെയ്ത സ്ഥലമൊക്കെയാണ്. അപ്പോൾ കുറച്ച് ഡേഞ്ചറൊക്കെ ആയിരിക്കും അവിടെയെല്ലാം. പിന്നെ എന്തെങ്കിലും ഒരു അറ്റാക്കെല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആശുപത്രിയിൽ എത്തണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ആശുപത്രിയിൽ എത്തണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ ദൂരമെല്ലാം ഓടേണ്ടി വരും. അങ്ങനെ ആരും അധിക സമയമൊന്നും നിർത്തിയിട്ട് അവിടെ വീഡിയോ എടുക്കാനും പോകാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെവിടെയും നിർത്തിയിട്ടൊന്നുമില്ല, നമ്മൾ ഒറ്റ പോരലിങ് പോരുവേ. ഇതേ അങ്ങനെ നമ്മൾ പമ്പായി എത്തി കേട്ടോ. ഇതാണ് പമ്പായി എത്തുന്ന ആ ഒരു സമയത്തുള്ളത്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നത് പമ്പ നദി ഒഴുകി വരുന്ന സ്ഥലമാണ്. ഇത് പമ്പയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന KSRTC ഷട്ടിൽ വണ്ടി കേട്ടോ. നിലയ്ക്കൽ ടു പമ്പ ഷട്ടിൽ വണ്ടിയാണ് അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും. നിലയ്ക്കൽ നാളെ നിറച്ച് പമ്പയ്ക്ക് കൊണ്ടുവിടും. പമ്പയിൽ നിന്ന് കാലി അടിച്ച് ആളുണ്ടെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ കാലി അടിച്ച് നേരെ നിലയ്ക്കൽ വരും. അവിടെ നിന്ന് ആദ്യം നിറച്ച് ആദ്യം പോകും. അങ്ങനെ ഒരു 10-30 ബസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ സീസണല്ല, അതുകൊണ്ട് കുറച്ചേ ഉള്ളൂ ബസ്. സീസണാണെങ്കിൽ ഒരുപാട് ബസ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ പമ്പയിലെത്തി കേട്ടോ. കുളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പമ്പയുടെ കരയിലെത്തി. അപ്പോൾ പമ്പയുടെ കരയിൽ നിന്നും ഓക്കെ ബായ്. ലൈക്ക് അടിക്കാൻ മറക്കണ്ടേ.